ഹായ് ഫ്രണ്ട്സ്, ലെമൺ ആൻഡ് സ്പൈസസിൻ്റെ പുതിയ ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ മട്ടൻ, പൊട്ടറ്റോയും കായയും ചേർത്ത് വരട്ടിയ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനാവശ്യമായ മട്ടൻ നമുക്ക് നന്നായി കഴുകി വെള്ളം പോകാനായി മാറ്റി വയ്ക്കാം. ഇനി ഇത് പാകം ചെയ്തെടുക്കുന്നതിനാവശ്യമായ ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ. ഞാനിപ്പോൾ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമായ ഒരു ചെറിയ കുക്കർ എടുത്താൽ മതിയാകും. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഏലക്കായയും കറുകപ്പട്ടയും ഗ്രാമ്പൂവും ഒരൽപ്പം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായി ചൂടായി പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം ചേർത്ത് വഴറ്റിയെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കായയും പൊട്ടറ്റോയും വേവിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് വേവിച്ചെടുക്കുക. വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഒരുപാട് വെന്തു പോകരുത്. ഒരു 1/4 വേവ് മതിയാകും ഇതിന്. ഈ സമയം കൊണ്ട് നമ്മൾ വഴറ്റാൻ വെച്ച സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളകുപൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2.5 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇത് വീട്ടിൽ പൊടിച്ച മസാലയാണ്, അതുകൊണ്ട് അല്പം ചേർത്താൽ മതിയാകും. ഇവ ചേർത്ത് ഒന്ന് ചൂടാകുന്നത് വരെ ഇളക്കി വേവിക്കുക. ഈ പൊടികളെല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. മട്ടനും കൂടി ആവശ്യമായ ഉപ്പാണ് ഇപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി പച്ചമണമെല്ലാം മാറി നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കഴുകി വെച്ച മട്ടൻ ചേർത്ത് കൊടുക്കണം. ഈ മസാലക്കൂട്ട് മട്ടൻ കഷ്ണങ്ങളിൽ നന്നായി പിടിക്കുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക.
ഇപ്പോൾ മസാലയെല്ലാം എല്ലായിടത്തും ഒരുപോലെ ആയിട്ടുണ്ട്. ഇതിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയെടുത്ത് അടച്ച് 4 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. തീ ഒരുപാട് കൂട്ടിയിടരുത്. മീഡിയം ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വേവാൻ വെച്ച കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഊറ്റിയെടുക്കാം. മട്ടൻ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. മട്ടൻ വേവിക്കാൻ വെച്ചപ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതിൽ നല്ല ചാറുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് മറ്റൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇതിനായി ചുവട് കട്ടിയുള്ള ഒരു ഫ്രൈ പാനാണ് എടുത്തിരിക്കുന്നത്. കറി നന്നായി വരട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഫ്രൈ പാനിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി തീ അല്പം കൂട്ടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ചാറ് നന്നായി വറ്റിച്ചെടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചാറൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കണം. ഇനി നന്നായി ഇളക്കി മൊരിയിച്ചെടുക്കുക. കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. ഇത് നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.